ഡോക്ടർ എന്ന് പറയുന്നത് എത്രത്തോളം സെൽഫ് സെൻറ്റേഡ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തയില്ലാത്തൊരു ഡോക്ടറായിരുന്നു. ഒരു കാര്യത്തിന് സമയത്തിന് ഒരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്തിന് വരണ്ടേ. അങ്ങനെ കറക്റ്റ് സമയത്തിന് വന്നാലാണ് നല്ല വിലയുള്ള അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറാവുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. പലപ്പോഴും വിഷാദരോഗങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആ വിഷാദരോഗം തുടങ്ങാനും അത് നിലനിന്ന് പോകാനുമായിട്ടുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നമുക്ക് അനുഭവപ്പെടുന്ന ചിന്താവൈരുദ്ധ്യങ്ങളാണ്, അഥവാ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ആണ്. എട്ടാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് ഷുഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതെ, ഷുഡ്, മസ്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് വെച്ചിട്ടുള്ള ആ വാചകങ്ങൾ, അത്തരത്തിലുള്ള നമ്മളുടെ ചിന്താഗതികൾ, ഇത്തരത്തിലുള്ള ഷുഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗം അങ്ങനെ ഈയിടെ കാണാൻ വന്നൊരു പേഷ്യൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഈ പേഷ്യൻറ്റിനെ കാണാനായിട്ട് ഞാൻ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാണാനായിട്ട് കറക്റ്റ് സമയത്ത് വന്നിട്ട് ആ പേഷ്യൻ്റ് ഇരുന്നു. വെരി ഗുഡ് ഓഫ് ഹർ. പക്ഷേ അതിനുശേഷം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാർഡ് റൗണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ എനിക്ക് റൗണ്ട്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ റൗണ്ട്സിൽ സമയം സ്പെൻഡ് ചെയ്യായിരുന്നു. റൗണ്ട്സിൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ കുറഞ്ഞത് 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം അതിൽ സ്പെൻഡ് ആവും. അപ്പോൾ ഈ പേഷ്യൻറ്റ്, എന്നെ കാണാൻ വന്നിരുന്ന ഈ പേഷ്യൻറ്റിന് അവിടെ വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ആ പേഷ്യൻറ്റിൻ്റെ മനസ്സിൽ പോയ ചിന്ത എന്ന് പറയുന്നത്, ഈ ഡോക്ടർ എന്ന് പറയുന്നത് എത്രത്തോളം സെൽഫ് സെൻറ്റേഡ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തയില്ലാത്തൊരു ഡോക്ടറായിരുന്നു. ഒരു കാര്യത്തിന് സമയത്തിന് ഒരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്തിന് വരണ്ടേ. അങ്ങനെ കറക്റ്റ് സമയത്തിന് വന്നാലാണ് നല്ല വിലയുള്ള അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറാവുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇരുന്ന കാരണം ആ പേഷ്യൻ്റ് സ്വയം തന്നെ ക്രൂശിക്കുകയായിരുന്നു, സ്വയം തന്നെ ദുഃഖത്തിലാഴുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം പേഷ്യൻറ്റിനെ ഞാൻ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതായത് ഇത് അവരുടെ മനസ്സിലുള്ള ചിന്താവരുതിയാണ്. അതങ്ങനെ തന്നെ നടക്കണം, അതിങ്ങനെ തന്നെ നടക്കണം എന്നുള്ള ചിന്തകൾ കൊണ്ട് പലപ്പോഴും നമ്മളെ തന്നെയാണ് ക്രൂശിക്കുന്നത്. കാരണം നമുക്ക് അവരങ്ങനെ തന്നെ ചെയ്യണം, ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധം പഠിക്കാൻ സാധിക്കില്ല. പലർക്കും പല എമർജൻസി ഉണ്ടായിരിക്കും, പലർക്കും പല കാരണങ്ങളുണ്ടായിരിക്കും. ആ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അവർ ആ സമയത്ത് അങ്ങനെ പെരുമാറേണ്ടതായിട്ട് വന്നത്. സോ അതിനെ ആ രീതിയിൽ മനസ്സിലാക്കി അതിനെ ആ ലാഘവത്തോടു കൂടി എടുത്താൽ മാത്രമേ നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഷുഡിനെയും മറ്റും മാറ്റിയെടുക്കാൻ സാധിക്കുക. പലപ്പോഴും ഷുഡ് നമ്മളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളെയും നെഗറ്റീവ് അവസ്ഥയെയും കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് അമർത്തുക. ഇത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വിഷാദത്തെയും അതുപോലെ മറ്റു മാനസികാരോഗ്യ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള കണ്ടൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി മറ്റ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും അത് കാണുക. വിഷാദം അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചിന്താരീതികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കേട്ടതെല്ലാവർക്കും നന്ദി. നമസ്കാരം.